ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ്, ബേസൽ ജോസഫ്, യോഗി ബാബു, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, ബൈജു, സന്തോഷ് തുടങ്ങി നിറയെ താരനിരയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കൂടാതെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഫിഗേഴ്സ് എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ FT കളക്ഷൻ പോയിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. ആദ്യമേ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം 3,80,00,000 രൂപയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജിന്റെ കരിയറിലെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ മാറിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തത് 55 ലക്ഷം രൂപയാണ്. മികച്ചൊരു റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കൂടി നേടിയെടുത്ത സിനിമ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,35,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. GCCയിൽ നിന്നും 2.5 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 6 കോടി രൂപയ്ക്ക് മുകളിലാണ് നാം പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ആദ്യ ദിവസം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 8 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ട്രാക്കേഴ്സ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമ കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കേരള വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഫാമിലി എന്റർടൈനർ സിനിമ മാറിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ രണ്ടാം ദിവസമായി ഇന്നത്തെ വെള്ളിയാഴ്ച ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം സിനിമയ്ക്ക് ലഭ്യമായ ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡിംഗ് ആണ് ബുക്കിംഗിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച സിനിമയുടെ രണ്ടാം ദിവസം പല മണിക്കൂറുകളിലും 10,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് തരംഗം തുടങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ വരും ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട്.